ദ്വീപിൽ നിന്ന് നമ്മൾ അടുത്തു പോകുന്നത് കുട്ടിക്കാലത്ത് ഏറെ കേട്ടിട്ടുള്ള ഗിർ നാഷണൽ പാർക്കിലേക്കാണ്. ഏകദേശം 4 മണിക്കൂറിൻ്റെ യാത്രയുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിൽ നമ്മൾ സസൻഗീർ എന്ന് അടിച്ചു കൊടുത്താലാണ് കറക്റ്റായിട്ടുള്ള ലൊക്കേഷനിൽ എത്തുള്ളൂ. ഗിർ നാഷണൽ പാർക്ക് എന്ന് കൊടുത്താൽ വേറെ എവിടെയാണ് നമ്മൾ ചെന്നുപെടുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് സ്നാക്സിൻ്റെ കടകൾ നമ്മൾ കണ്ടു. ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് മേടിച്ചതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു തരം പലഹാരമാണ്. അതുപോലെ തന്നെ ജിലേബിയും മുളക് ഫ്രൈ ചെയ്തതും കിട്ടും. ഒരു ചെറിയ കടയാണ്. നമ്മളൊരു 50 രൂപയ്ക്കുള്ള സ്നാക്സാണ് ആകെ മേടിച്ചോളൂ. ഗൂഗിൾ മാപ്പ് ആദ്യം നമ്മളെ കൊണ്ടുപോയത് ഈ ഒരു ലൊക്കേഷനിലേക്കാണ്. പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ നമ്മൾ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് എത്തുമ്പോൾ ഒരു ചെറിയ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതല്ല, അവിടെ നിന്നാണ് നമ്മൾ സസൻഗീറിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിന്ന് തിരിച്ച് അടുത്ത ലൊക്കേഷനായ സസൻഗീറിലേക്കാണ് പിന്നീട് നമ്മൾ പോയത്. പോകുന്ന വഴിക്ക് പിന്നെയും പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന കടകൾ കണ്ടു. എന്നാൽ അവിടെയും ഒന്ന് നിർത്താമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെയും വണ്ടി നിർത്തി. ഇവിടെ പ്രധാനമായിട്ടും മാങ്ങയുടെ ഒരു പൾപ്പും അതുപോലെ തന്നെ പാല് കുറുക്കി ഉണ്ടാക്കുന്ന ഈ കാണുന്നൊരു സ്വീറ്റ്സും ആയിരുന്നു. സ്വീറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോറസ്റ്റ് കയറാൻ തുടങ്ങി. നമ്മൾ ആദ്യം കണ്ടതൊരു മാനിനെയായിരുന്നു. കൂട്ടുകെട്ടോ പുറകിൽ നിറച്ചും മാനുകളാ. അവിടെ ഉണ്ടോ? അതുണ്ടോ? ആനിമൽ ക്രോസിങ്ങിന്റെ ബോർഡ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അങ്ങോട്ട് മൊത്തം ഫോറസ്റ്റ് ആയിരിക്കുന്നു. പക്ഷെ മുമ്പോട്ട് പോകുന്നതോറും ചെറിയ ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു പിന്നീട് മുമ്പോട്ട് വന്നു. ഇവിടുന്ന് ഏകദേശം പിന്നെ ഒരു 17 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കേണ്ട വന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് കൃഷിസ്ഥലങ്ങളാണ് കൂടുതലും, വയലുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൃഷികളുണ്ട്. ഇതെല്ലാം കണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലൊരു ബൈക്ക് വരുന്നത് ഞാൻ കണ്ടു. പക്ഷെ സത്യം പറഞ്ഞാൽ ബൈക്കിൽ വരുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. വണ്ടി ഓടിച്ച് ഞാൻ വല്ല ആഫ്രിക്കയിലാണോ ഫസ്റ്റ് എത്തിയെന്നായിരുന്നു എൻ്റെ സംശയം. അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ അതേ ലുക്കുള്ള പല ആൾക്കാരും പിന്നെയും ഞാൻ കണ്ടു. സൂക്ഷിച്ചു നോക്കിയാൽ ആ ബൈക്കിൽ പോകുന്നവരെല്ലാം ഒരു സൗത്ത് ആഫ്രിക്കൻ ലുക്കുള്ള ആൾക്കാരാണ്. ഇതെന്താ സംഭവം എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് കൂടെയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഫാരിക്കായിട്ടുള്ള പ്രൈവറ്റ് ജീപ്പുകളും കണ്ടു തുടങ്ങിയായിരുന്നു. ഇവിടെ ഗിർ നാഷണൽ പാർക്ക് ആൻഡ് സാഞ്ചുറി എന്ന് എഴുതിയൊരു ബോർഡ് കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ വണ്ടി ഒന്ന് നിർത്തി. അപ്പോഴാണ് മനസ്സിലായത് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് സസൻഗീർ എന്ന് പറയുന്ന മെയിൻ ഗേറ്റ് വരുന്നതെന്ന്. ഈ എൻട്രൻസ് കണ്ട ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് എക്സിറ്റ് ആണ്. എൻട്രൻസ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് ശരിക്കുള്ള എൻട്രൻസ്. പോകുന്ന വഴിക്ക് ഒരുപാട് പ്രൈവറ്റായിട്ട് സഫാരിക്ക് ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരെ പാർക്കിങ്ങിലേക്കാണ് ഫസ്റ്റ് ചെന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ചില സമയത്ത് ഇതിൻ്റെ അകത്ത് പാർക്കിങ്ങും ഇത്തിരി ടൈറ്റാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, അതായത് നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിതിൻ്റെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇത് കാണാതെ പോകുന്നത് മോശമാണല്ലോ. അതുകൊണ്ട് നമ്മളൊരു സ്റ്റേ എടുക്കാൻ തീരുമാനിച്ചു. നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. പക്ഷെ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോഴാണ് പിന്നീട് അതൊരു പണിയായിരുന്നു എന്ന് മനസ്സിലായത്. കാരണം ഇതേതോ ഒരു കാട്ടിൻ്റെ അകത്തായിരുന്നു. പോകുന്ന വഴിക്ക് അത്യാവശ്യം സാമാന്യം നല്ലൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തിയത്. പോകുന്ന വഴി ഞങ്ങൾ മയിലിനെയൊക്കെ കണ്ടായിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വഴിയിലൂടെയും കാട്ടുജന്തുക്കളൊക്കെ വരാറുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ താമസിക്കാനെടുത്ത പ്രോപ്പർട്ടിയുടെ ബോർഡെല്ലാം കണ്ടു. ഇവിടുന്ന് പിന്നെയും കുറച്ചുകൂടി അകത്തേക്ക് കയറാനുണ്ടായിരുന്നു. 2 സൈഡും മാവിൻ്റെ തോട്ടങ്ങളാണ്. ഒരു ഫാം ഹൗസിലൂടെ പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ആവുക. പിന്നെ അവിടെ തന്നെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. വേറെ വണ്ടികളൊന്നും കണ്ടില്ല. ആകെ നമ്മുടെ വണ്ടി മാത്രമാണ് അവിടെ ആദ്യം വന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് വേറൊരു വണ്ടിയും വന്നായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ റൂം വരുന്നത്. തിരക്കിടില്ലാത്തൊരു റൂമും ഒരു ടോയ്ലറ്റും ആയിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് വൈകിട്ടത്തെ ഫുഡ് പുറത്ത് കഴിക്കാം, നേരത്തെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നു. ആ മുകളിൽ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. ഹോട്ടൽ കാലിയായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ചിക്കൻ കറിയും ഈ 2 പൊറോട്ടയും വെച്ച് മേടിച്ചു. പുള്ളിയൊരു മീൻ കറിയൊക്കെ നമ്മളോട് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കണ്ടൊരു സുവനീർ ഷോപ്പിൽ കയറി. അവിടെ ഒരുപാട് ഇതുപോലത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രം മേടിച്ചിട്ട് ഇറങ്ങി. പക്ഷെ പോകുന്ന വഴിക്ക് എല്ലാ കടകളിലും ഈ ഒരു പൾപ്പ് ധാരാളം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻസിൻ്റെ ലുക്കുള്ള ആൾക്കാരും ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഒരുപാട് കടകളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ വളരെ കുറവായിരുന്നു.
വന്യമൃഗങ്ങളെ പേടിച്ചിട്ടാണോന്നറിയില്ല ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാത്തത്. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇറങ്ങി ടൗണൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടാണ് പോയത്. നാളത്തേക്ക് ഓൾറെഡി നമ്മൾ 9 മണിക്കുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്ന് നേരത്തെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് 8:30 ആയപ്പോൾ തന്നെ നമ്മൾ സ്പോട്ടിൽ വന്നു. 800 രൂപയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ സഫാരിക്ക് വന്നിരുന്നത്. ആ ഒരു ആശ്വാസത്തിലാണ് നമ്മൾ വന്നത്. പക്ഷെ ഇവിടെ വന്ന് ആ ടിക്കറ്റ് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ആ 800 രൂപ എന്ന് പറയുന്ന ഒരു പെർമിറ്റ് മാത്രമാണ്. അതിൻ്റെ താഴെ തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ നമ്മൾ എടുക്കുന്ന വണ്ടിക്കും അതുപോലെ തന്നെ ഗൈഡിനുള്ള പൈസയും കൂടി കൊടുക്കണം. ഏകദേശം മൊത്തം നമുക്കൊരു 2800 രൂപ കോസ്റ്റ് വന്നു. ഈ കാണുന്ന വണ്ടിയാണ് നമ്മൾ എടുത്തത്. ഇത് 4 സീറ്ററാണ്. ഇതിൻ്റെ അകത്ത് ആ കാണുന്ന നമ്മുടെ ഡ്രൈവറും അതുപോലെ തന്നെ സൈഡിലിരിക്കുന്ന ആളുമാണ് നമ്മുടെ ഗൈഡ്. ഇവിടെ നമുക്ക് 4 സീറ്റർ, 6 സീറ്റർ, 8 സീറ്റർ എന്ന് 3 തരത്തിലാണ് നമുക്ക് വാഹനങ്ങൾ വരുന്നത്. എല്ലാ വാഹനത്തിനും ഏകദേശം ഒരു 800 രൂപ മുതൽ നമുക്ക് പെർമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് 2 സഫാരികളാണ് വരുന്നത്. ഒന്ന് ഗിർ ജംഗിൾ സഫാരിയും രണ്ടാമത് വരുന്നത് ദേവലിയ സഫാരിയാണ്. ആദ്യത്തേതിന് ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ സമയവും അതുപോലെ തന്നെ ഏകദേശം 4500 രൂപ മുതൽ പേയ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 4 പേർക്കുള്ളതിൽ. അതിൻ്റെ ഗുണം കുറച്ചും കൂടി ഉൾക്കാട്ടിലേക്ക് പോകാനും കൂടുതലും മൃഗങ്ങളെ കാണാനും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു സഫാരിയാണത്. നമ്മളെടുത്തത് ഈ കാണുന്ന ദേവാലിയ സഫാരിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു 90 മിനിറ്റിന് താഴെ സമയം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കൂടുതലും മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ കാണുന്ന വെള്ളത്തിൽ ടയറുകൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ പെർമിറ്റ് നമ്മളിവിടെ കാണിക്കണം. അത് നമ്മുടെ ഡ്രൈവർ തന്നെ കാണിച്ചോളും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുമ്പോട്ട് പോകാം. ഗിർ വനം എന്ന് പറയുന്നത് ഏഷ്യൻ സിംഹങ്ങളുടെ ഇന്നത്തെ ഏക ആവാസ കേന്ദ്രമാണ്. ഈ വനത്തിൽ കാണപ്പെടുന്ന നീൽഗായ് എന്ന് പറയുന്ന ഒരു മൃഗമാണ് ആ ദൂരത്ത് കാണുന്നത്. ഒരു കാലത്ത് രാജവേട്ടകൾ മൂലം ഏഷ്യൻ സിംഹങ്ങൾ ഇല്ലാതെയാകുമെന്നൊരു നില വന്നിരുന്നു. അന്ന് ജുനാഗഡ് നവാബ് നടത്തിയ സംരക്ഷണ ശ്രമങ്ങളാണ് സിംഹങ്ങളെ രക്ഷിച്ചത്. 1965 ഗിർ ഔദ്യോഗികമായി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആയിരിക്കുന്ന പരുന്താണ്. ഇവിടെ പലതരത്തിലുള്ള പക്ഷികളും നമുക്കിവിടെ കാണാൻ പറ്റും. ഏകദേശം 1 ലക്ഷത്തോളം മാനുകളുണ്ടെന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. മാനുകളുടെ അപ്പുറത്ത് നിൽക്കുന്നത് പെൺവിഭാഗത്തിൽപ്പെട്ട നീൽഗൈകളാണ്. മാനിൻ്റെ അരികിലൊക്കെ പലതരത്തിലുള്ള പക്ഷികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവയുടെ പേരെല്ലാം നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്നതാണ്. ഇത് പെൺ നീൽഗൈയാണ്. ഇത് കുറേ നേരം നമുക്ക് പോസ് ചെയ്ത് തന്നു അനങ്ങാതെ. ഈ കാട്ടില് സിംഹം മാത്രമല്ല, പുലി, കാട്ടുപന്നി, മുതല, കരടി അങ്ങനെ പലതരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ തേക്ക് മരങ്ങൾ, അക്കേഷ്യ അങ്ങനത്തെ മരങ്ങളും നമുക്ക് ഈ കാട്ടിൽ കാണാൻ പറ്റും. കാട്ടുതീ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡിൻ്റെ 2 സൈഡിലും അവർ അതിർത്തി വെച്ച് തീയിട്ട് ഡ്രൈ ആക്കിയിട്ടിരിക്കുന്നത്. ചില സമയത്ത് വാഹനത്തിന് കുറുകയും അതുപോലെ തന്നെ വാഹനത്തിനോട് ചേർന്നും മൃഗങ്ങളുടെ അടുത്ത് വരാറുണ്ട്. മൃഗങ്ങൾക്ക് കുടിക്കാനായിട്ട് ഇവിടെ ചെറിയ വെള്ളക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് ആ കാണുന്ന വിൻഡ് മില്ല് കറങ്ങിയിട്ടാണ്. പക്ഷികളുടെ ഒരു ധാരാളം കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. മയിലിനെ ഞങ്ങൾ ഒരുപാട് കണ്ടു. കുറച്ച് ദൂരം മുമ്പോട്ട് നടന്നപ്പോൾ നമ്മുടെ കാട്ടിലെ രാജാക്കന്മാരെ 2 പേരെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. 2 പേരും നല്ല വിശ്രമത്തിലായിരുന്നു. ഇവിടെ ഏകദേശം 891 സിംഹങ്ങളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. നിങ്ങൾ ഈ സഫാരിയൊക്കെ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഏർലി മോർണിംഗ് തന്നെ കാണാൻ ഉള്ള സ്ലോട്ട് എടുക്കാൻ നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൃഗങ്ങളെ വളരെ അടുത്ത് കാണാൻ പറ്റും. ഇവരിങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ സഫാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ ഗൈഡും ആവശ്യത്തിലേറെ സമയം നമുക്ക് സംതൃപ്തി വരുന്നിടത്തോളം ഇവരെ കാണാനുള്ള സമയം നമുക്ക് തരുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടാണ് ഇവർ വാഹനം മുമ്പോട്ട് എടുക്കുന്നത് പോലും. നിങ്ങൾ അവിടെ ഒരു വാഹനം കിടക്കുന്നത് കണ്ടോ? അത് ഇവർ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേട്ടയ്ക്കിടയിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക്. അത് കഴിഞ്ഞ് ഇവർ നിരീക്ഷണത്തിൽ വയ്ക്കും. ആ സമയത്ത് ഉപയോഗിക്കുന്ന വണ്ടികളാണത്. മഴക്കാലമല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം വറ്റി വരണ്ടാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വെള്ളക്കെട്ടില്ലേ, അതാണ് ആ കാണുന്നത്.
വെള്ളം കുടിക്കാനായിട്ട് ധാരാളം പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും ഇതിൻ്റെ ചുറ്റും വരും. ഈ കാണുന്നത് ഒരു ജയിലാണ്. നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്ന പുള്ളിപ്പുലികളെല്ലാം ഇതിൻ്റെ അകത്താണ് അടച്ചിട്ടിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ചൊക്കെ പുലികളെ കാണാൻ പറ്റും. ദൂരത്തായതുകൊണ്ട് നമുക്കത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. ഗൈഡ് നമ്മളോട് പറഞ്ഞതനുസരിച്ച് സിംഹങ്ങൾ കമ്പാരിറ്റീവ്ലി പുലികളൊക്കെ ബെറ്ററാണ്. അവർ കാരണമില്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കാറില്ല. ഒരു കാര്യമില്ലാതെ അതിനെ പ്രൊവോക്ക് ചെയ്യാൻ ചെന്നാൽ മാത്രമാണ് അത് ഉപദ്രവിക്കാറുള്ളൂ. അതിനു മുമ്പും അത് പലതരത്തിലുള്ള വാണിംഗ് തരും. പക്ഷേ പുലികൾ അങ്ങനെയല്ല, അവരെപ്പോഴും അക്രമാസക്തരാണ്. സിംഹങ്ങളെക്കാൾ കൂടുതൽ പുലികൾ ഈ കാട്ടിലുണ്ടെന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞത്. ചില സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് അത് വേട്ടയാടുന്ന കാണാൻ പറ്റും. സൂക്ഷിച്ചു നോക്കിയാൽ ആ മരത്തിലൊരു മൂങ്ങ കുഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു മെയിൽ നീൽഗൈയാണ് ആ പോകുന്നത്. ഗിർ വനം കാണാൻ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ളതാണ്. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ മഴക്കാലത്ത് പാർക്ക് അടച്ചിടും. ആ സമയങ്ങളിൽ ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. ആ സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ പച്ചപ്പായിരിക്കും. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. നേരത്തെ നമ്മൾ കണ്ടത് മെയിലായിട്ടുള്ള ലെപ്പേഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഫീമെയിലിൻ്റെയാണ്. രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന മൃഗങ്ങൾക്ക് ഇവർക്ക് ഇവിടെ തന്നെയാണ് ഫുഡും സപ്ലൈ ചെയ്യുന്നത്. ഈ പാർക്കിൽ വരുമ്പോൾ ഇവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അനാവശ്യമായ ശബ്ദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കാനോ നമ്മൾ ശ്രമിക്കരുത്. ഗിർ നാഷണൽ പാർക്കിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി ഏകദേശം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനും ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പറഞ്ഞാൽ അവർ അതനുസരിച്ച് നമുക്ക് നിർത്തി തരും. ഇത് കഴിഞ്ഞ് നമുക്കിനി നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത അതേ സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുന്ന വഴിക്ക് ആഫ്രിക്കക്കാരെ കണ്ട കാര്യത്തിനെ പറ്റി ഞാൻ അവരോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് സിദ്ധി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വിഭാഗമാണ്. പണ്ട് നവാബിൻ്റെ കാലത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ പണികൾക്കായിട്ട് കൊണ്ടുവന്നതാണ്. ആ കാണുന്നത് അവരുടെ ഒരു ഗ്രാമമാണ്. പിന്നീട് ഏകദേശം ഒരു 100 വർഷത്തോളം അവരിപ്പോൾ ഇവിടെ ജീവിച്ചു പോരുന്നു. ഇപ്പോൾ തനി ഗുജറാത്തിക്കാരായിട്ടാണ് അവരോട് ജീവിക്കുന്നത്. ഇന്ന് ഗവൺമെൻറ് ജോലിയിൽ പോലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗിർവനത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് അംബാനിയുടെ സ്വന്തം നാടായ ജാംനഗറിലേക്കാണ്. അവിടെ ഒരു മറൈൻ നാഷണൽ പാർക്കും കൂടിയുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് റിഫൈനറികളുടെ സ്റ്റോറേജ് ടാങ്കുകളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ മനോഹരമായ റോഡുകളായിരുന്നു. അങ്ങനെ നമ്മൾ ഓടി എത്തിയത് മറൈൻ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലേക്കാണ്. വഴി വളരെ മോശമാണ്. പക്ഷെ അത് ഓടി നമ്മൾ മുമ്പോട്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്, അതായത് കാലത്ത് തുടങ്ങിയാൽ 2 മണി വരെയാണ് പ്രവേശന സമയമുള്ളൂ. ബേസിക്കലി ഇവിടെ വേലി ഇറക്കത്തിന് നമുക്ക് ഒരുപാട് മറൈൻ ജീവികളെ കാണാൻ പറ്റും. അതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ യാത്ര തിരിക്കുമായിരുന്നു. പോകുന്ന വഴിക്ക് ഈ കാണുന്ന തട്ടുകടയിൽ നിർത്തി നല്ല ടേസ്റ്റുള്ള ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. അടുത്ത് നമ്മൾ ഭുജിലേക്കാണ് പോകുന്നത്. വൈകാതെ തന്നെ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം.